ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത്തവണ അവരുടെ മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കും. ബംഗാളിലെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ബംഗാളിലെ കാര്യങ്ങൾ അറിയാൻ ബന്ധപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തനമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്. സാറിന് എന്ത് തോന്നുന്നു? സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് നന്ദിഗ്രാമിൽ തോറ്റതാണ്. സുവേന്ദു അധികാരിയോട് അധികാരിയോട് തോറ്റതാണ്. തോറ്റു എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടിന് 1956 വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരിയോട് തോറ്റത്. തോറ്റു കഴിഞ്ഞിട്ട് തോറ്റിട്ട് TMCക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മമത മുഖ്യമന്ത്രിയായി 6 മാസം കഴിഞ്ഞ് ഭവാനിപ്പൂരിൽ അവർ മത്സരിച്ചപ്പോൾ കൂറ്റൻ ഭൂരിപക്ഷമായിരുന്നു. 58,835 വോട്ടുകൾക്കാണ് ഭവാനിപ്പൂരിൽ ജയിച്ചത്. അതെ, പക്ഷെ അത് ഒരു മജോറിറ്റി ആണെന്ന് കണക്കാക്കാൻ പറ്റൂല സുനിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ SIR നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിൽ നിന്ന് വന്ന റോഹിംഗ്യ മുസ്ലിംസും അതുപോലെ അനധികൃത കുടിയേറ്റക്കാരും കൂടി ചേർന്നിട്ടാണ്. പക്ഷേ എൻ്റെ സുഹൃത്ത് ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ്. പ്രേക്ഷകർ വളരെ രസകരമായ കാര്യങ്ങളാണ്. 2 സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണി. കാരണം ഭവാനിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന മത്സരം പറഞ്ഞാൽ സുവേന്ദു അധികാരി അങ്ങോട്ട് ചെല്ലുന്നു. കേരളത്തിലെ സതീശനൊന്നും ചിന്തിക്കാൻ പറ്റില്ല, കുളിരും പനിയും വരും. ധർമ്മടത്ത് പോയി പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടി VD സതീശന് ചിന്തിക്കാൻ പറ്റില്ല, രാപ്പനി വരും. പക്ഷേ സുവേന്ദു അധികാരി പറഞ്ഞു ഭവാനിപ്പൂരിൽ വന്ന് ഞാൻ മമതയെ തോൽപ്പിക്കും. സുവേന്ദു അധികാരി അവിടെ പോയി മത്സരിച്ചപ്പോൾ എല്ലാവരും പിന്നെ ഇയാൾ വന്ന എന്താണെന്നൊക്കെ പറഞ്ഞ് മമത ആദ്യകാലത്ത് പരിഹസിച്ചു എന്ന് മാത്രമല്ല, അത് വലിയ പ്രശ്നമില്ല എന്ന് കരുതിയ മമത തെരഞ്ഞെടുപ്പ് ദിവസം ചെയ്തത് എന്താണെന്ന് എൻ്റെ ബംഗാളിലെ മാധ്യമ സുഹൃത്ത് പറഞ്ഞു. കഴിഞ്ഞ തവണ ഭവാനിപ്പൂരിൽ മത്സരിക്കുമ്പോൾ മമത തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ആ മണ്ഡലത്തിലെ ബൂത്തുകളിലേക്ക് പോയതേയില്ല. കാളിഘട്ടിലുള്ള മമതയുടെ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവമുണ്ട്. അവിടെ ഷെഖാവത്ത് മെമ്മോറിയൽ സ്കൂളിൽ ഒരു സ്ട്രോങ് റൂമുണ്ട്. അവിടെ 4 മണ്ഡലങ്ങളിലെ EVM സൂക്ഷിച്ചിരിക്കുകയാണ്. മമത പെട്ടെന്ന് രാത്രി വന്നിട്ട് സ്ട്രോങ് റൂം ബ്രേക്ക് ചെയ്ത് അതിനകത്തോട്ട് കയറി. ഇതറിഞ്ഞ് സുവേന്ദു അധികാരിയും വന്നു. അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ, യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഒരു EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ട്രോങ് റൂം പൊളിച്ചകത്തോട്ട് കയറിയാൽ നമ്മുടെ കേരളത്തിലൊക്കെ എത്ര വലിയ വാർത്തയായിരിക്കും. ബംഗാൾ മുഖ്യമന്ത്രി അവിടെ കയറി കുത്തിയിരുന്നു, ഇവിടെ എന്തോ കുഴപ്പം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് കുത്തിയിരുന്നു. ഇതറിഞ്ഞ് പ്രതിപക്ഷ നേതാവും വന്നു, അവിടെ 2 പേരും കുത്തിയിരുന്നു. അവസാനം മമത എണീറ്റ് മമതയുടെ വഴിക്ക് പോയി. ഒരു നാടകം, 24 മണിക്കൂറും നിങ്ങൾ വിജിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മമത പോയി. അപ്പോൾ അത് തന്നെ മമതയ്ക്ക് വല്ലാതെ പരാജയ ഭീതി. EVM മെഷീനുകളിൽ തിരിമറി നടത്തുന്നു എന്ന് വലിയ പ്രചാരണം മമത ആരംഭിച്ചു കഴിഞ്ഞു. തോൽക്കുന്നവൻ്റെ വിലാപമാണ്. പക്ഷേ ബംഗാൾ BJP പിടിക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. പക്ഷേ ഭവാനിപ്പൂരോ 58,835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ മമതയെ തോൽപ്പിക്കുന്നത് എളുപ്പമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാളിഘട്ടിലെ വീട്ടിൽ സ്ഥിരമായി തെരഞ്ഞെടുപ്പ് ദിവസം ഇരിക്കുന്ന മമത മിനിഞ്ഞാന്ന് ചെയ്തത് രാവിലെ 7:30 വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ മണ്ഡലത്തിൽ പര്യടനം നടത്തി. ആദ്യം പോയി ചക്രബേരിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബൂത്തുകളിലേക്ക് പോയി. ബംഗാൾ മേയർ ഫർഹദ് ഹാക്കിമിനെ കൂടെ കൂട്ടി. അപ്പോൾ ചക്രബേരിയയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ TMCയുടെ ഒരു കൊടി പോലും ഇല്ല. ഈ മേയറോട് ഫിർഹത്ത് ഹക്കീമിനോട് ചോദിച്ചു, ഇതെന്താ നമ്മുടെ ഒരു കൊടി പോലും ഇടില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ മേയറായിട്ട് ഇവിടെ 70-ാം നമ്പർ ഡിവിഷനിൽ നമ്മുടെ കൗൺസിലറുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി കേന്ദ്രസേന വന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ചു, നമ്മുടെ ആളുകളൊക്കെ പേടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സീനുണ്ടാക്കി. മമത ബംഗാൾ മുഖ്യമന്ത്രി കിട്ടുകിട്ട എതിരാളികളെ വിറപ്പിച്ച് പോലീസിനെ ഇങ്ങനെ വിരൽത്തുമ്പിലിട്ട് കറക്കിയിരുന്ന മമത പറയുകയാണ്, നമ്മുടെ കൗൺസിലറുടെ വീട്ടിൽ ഇന്നലെ രാത്രി കേന്ദ്രസേന വന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ചു, മേയറെ നീ എവിടെയായിരുന്നു? എങ്ങനെയുണ്ട്? അങ്ങനെ ചിത്രം മാറി. അത് കഴിഞ്ഞിട്ട് അവർ നേരെ എന്നിട്ട് ബംഗാറിൽ നമ്മുടെ TMC പ്രവർത്തകരെ ആക്രമിച്ചു. ചക്രബേരിയയിൽ അവിടെ പുഡാപ്പുകർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്, നീന്തൽക്കുളം. അതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അവിടെ മമത പോയിരുന്നു. ആരും അവരെന്തോ ഭക്ഷണം കൊടുത്തു. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നപ്പെടുത്ത് കഴിച്ചു. അതായത് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലും ഭവാനിപ്പൂരിൽ മമത ഇറങ്ങി നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് പറയാണ്, അവിടെ ഇരുന്ന് പത്രക്കാരെയൊക്കെ വിളിച്ചു, ഇവിടെ ഇലക്ഷൻ ഒന്നും ശരിയായിട്ടല്ല നടക്കുന്നത്, ഇവിടെ മുഴുവൻ ഈ കാണുന്നവരെല്ലാം BJPക്കാർ, ഇവിടെ നിന്ന് വന്നവരൊന്നുമില്ല, അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർ വന്നിട്ട് അവരും ഈ കേന്ദ്രസേനയും കൂടെ എൻ്റെ പാർട്ടിക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്തൊക്കെ പറഞ്ഞ്, ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് കേട്ടിട്ട് ചക്രബേരിയ എന്ന് പറയുന്ന സ്ഥലത്ത് TMCയുടെ പ്രവർത്തകർ കൂടി. അപ്പം പെട്ടെന്ന് ആ വഴി
സുവേന്ദു അധികാരി വന്നു, BJP സ്ഥാനാർത്ഥി, പ്രതിപക്ഷ നേതാവ്. സുവേന്ദു അധികാരിക്ക് നേരെ ഇവർ മുദ്രാവാക്യം വിളിച്ചു, ബംഗ്ല, ജയ് ബംഗ്ല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. അപ്പുറത്ത് BJP പ്രവർത്തകരും തടിച്ചുകൂടി. അവസാനം ഒരു സംഘർഷത്തിൻ്റെ ലെവലിലേക്ക് എത്തി. കേന്ദ്രസേന, ബംഗാൾ പോലീസും കൂടെ ലാത്തി ചാർജ് നടത്തി TMC-കാരെ അടിച്ചോടിച്ചു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. പിന്നെ അപ്പോൾ കജോരി ബാനർജി എന്ന് പറയുന്ന TMC നേതാവിൻ്റെ നേതൃത്വത്തിലാണ് സുവേന്ദു അധികാരി അവിടെ മമതയുള്ള സ്ഥലത്ത്, മമത വന്നിരിക്കുന്ന ആ ബൂത്ത് സന്ദർശനം നടത്തുന്നത് തടയാനുള്ള ശ്രമം നടന്നു. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത മമത മുമ്പ് ചെയ്യാത്തതല്ല. ബംഗാൾ പോകുമോ മാത്രമല്ല, തൻ്റെ മണ്ഡലത്തിൽ ഭവാനിപ്പൂരിൽ തോൽക്കുമോ എന്നുള്ള ആശങ്ക കൂടി മമതയെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ബംഗാളിലെ മാധ്യമ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല. ബംഗാളിലെ ചിത്രം വളരെ വ്യത്യസ്തം. ബംഗാളിലെ ചിത്രത്തെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യണം. കാരണം ബംഗാളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന, ഇവിടെ സാറ് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണ്, ഞങ്ങൾ ബംഗാളിലെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള വിവരം ഇപ്പോൾ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ഡൽഹി സ്റ്റുഡിയോയിലിരിക്കുന്ന ആൾക്ക് കോള് കൈമാറുന്ന കാര്യമല്ല. അവിടെ ബംഗാളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കൃത്യമായ ഡാറ്റ വെച്ച് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമ്മൾ പോയില്ല, അവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് എടുത്ത വിവരം വെച്ച് ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ ഒരു കാര്യം പറയും, ഈ 100% ബംഗാളിൽ BJPയുടെ വിജയം ഉറപ്പെന്ന് പറയാൻ ഞാനിപ്പോഴും തയ്യാറല്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആ വീഡിയോ പറയാം, സാറിനോട് പറയാം, സാർ അത് കറക്റ്റ് ചെയ്ത് തരും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മമത പരാജയ ഭീതിയുടെ നടുക്ക് നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ ഒരു തിയേറ്ററിക്സ് കാണിച്ചിരുന്നു. സുനിൽ ഓർക്കണില്ലേ, കൈയും കാലും പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ഒരു കട്ടിലിൽ കിടക്കുന്ന ഫോട്ടോ എടുത്ത് എല്ലായിടത്തും കാണിച്ചു. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ പോയി കഴിഞ്ഞപ്പോൾ അവർ പന്നിക്കുട്ടീനെ പോലെ ഓടിപ്പാഞ്ഞ് നടക്കണ്ടായിരുന്നു ബംഗാളിൽ മുഴുവനും. BJP-കാർ തല്ലി ഇവരുടെ വീട്ടിൽ വെച്ച് ഇവരുടെ കഴുത്തിന് എന്തോ പരിക്ക് പറ്റി പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി. അല്ല, അത് കഴിഞ്ഞ് പിന്നെ ആ ഇവർ BJP-കാർ അറ്റാക്ക് ചെയ്താന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി ആശുപത്രി അഡ്മിറ്റ്. ഏതോ ഒരു തരത്തിൽ ഇപ്പോൾ ഇവരുടെ കാലിന് എന്തോ പരിക്ക് പറ്റിയത് പ്ലാസ്റ്റർ ഇട്ടു, കാറിൻ്റെ ഡോറിനിടെ കാല് പോയി. ഇതൊക്കെ എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇവർ പ്ലാസ്റ്ററൊക്കെ അത് പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടാവുമല്ലോ. പണ്ട് ലോനപ്പൻ നമ്പാടൻ ഒരിക്കൽ പറഞ്ഞില്ലേ, അദ്ദേഹം ഇവിടെ വീണ് പരിക്ക് പറ്റി കിടക്കുക ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ ക്യാമ്പയിനിങ്ങിന് പോകാൻ പറ്റില്ല. അപ്പോൾ മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സഖാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെല്ലായിടത്തും സാറിൻ്റെ 2 കട്ട്ലറ്റ് വെച്ചിട്ടുണ്ട്. കട്ടൗട്ട് എന്നുള്ളത് കട്ട്ലറ്റ് ആയിപ്പോയി. അത് ലോനപ്പൻ നമ്പാടൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും. ലോനപ്പൻ നമ്പാടൻ TH മുസ്തഫയെ കുറിച്ച് അതിപ്പോൾ നമ്മളോട് ഇല്ല, രണ്ടുപേരും ഇല്ല, പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. രാത്രി TH മുസ്തഫ മഴ പെയ്യുന്നൊരു ദിവസം റെയിൻകോട്ട് ഇട്ട് പോകുമായിരുന്നു. പോലീസുകാരെന്ന് അറിഞ്ഞു നിർത്തി, ഓട്ടോറിക്ഷ ഹെഡ്ലൈറ്റ് ഇല്ലാതെ വരുന്നത്. പക്ഷേ TH മുസ്തഫ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. TH മുസ്തഫ വളരെ രസികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസ്സിലുള്ള അപൂർവ മനുഷ്യത്വമുള്ള മനുഷ്യരിൽ ഒരാൾ ഈ TH മുസ്തഫയാണെന്ന് പറയാം. അല്ല, എന്തുകൊണ്ടായിരിക്കും സാർ ഇപ്പം മമതയ്ക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ഒരു വെല്ലുവിളി ഉയരാനുള്ള സാഹചര്യം? തെറ്റ് ചെയ്തവൻ്റെ കയ്യിൽ ഉള്ളിൽ എന്നും ഭയമുണ്ട്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മടിശീലയിൽ ഭാരം കൂടുമ്പോഴാണ് ഭയം വർദ്ധിക്കുന്നത്. അവർ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM-നെ അവർ തോൽപ്പിച്ചു, അവർ അധികാരത്തിൽ വന്നത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കാട്ടിക്കൂട്ടിയ ഓരോരോ ജോലികൾ, പ്രവൃത്തികൾ, അത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഇന്ന് TMC എന്ന് പറയുന്നത് പാർലമെൻറ്റിനകത്തുള്ളവരും നിയമസഭയ്ക്കകത്തുമുള്ള ഈ TMC അംഗങ്ങളും അതിൻ്റെ പുറത്തുള്ളവരും അവരെ വിശേഷിപ്പിക്കാൻ ഒരൊറ്റ വാക്യമുള്ള അപരിഷ്കൃതർ, ബാർബേറിയൻസ് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സിനാണ്. അവർ ഒരു ഗുണ്ടാരാജാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് 15 വർഷം ആയിട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അവർ ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്യും, മോദീനെ 4 ചീത്ത പറയും ദിവസവും. പിന്നെ പാർലമെന്റിൽ മോദിയെ തെറി പറഞ്ഞു, പച്ചത്തെറി പറഞ്ഞു. അത് പറയാം. എത്രയോ മോദിയുടെ അമ്മേനെ അവരെ വിളിച്ചില്ലേ ബീഹാറിലുള്ള. ഇവിടെ കൽക്കത്തയിലൊന്നും ഒരിക്കലും നമ്മൾ ആലോചിക്കാത്ത രീതിയിലാണ്. കൽക്കത്ത എന്ന് പറഞ്ഞ കൾച്ചറിന്റെ, സംസ്കാരത്തിന്റെയും ഒരു പാരമ്പര്യത്തിന്റെയും ഒരു കേന്ദ്രമാണ്. അവരെ വിളിക്കുന്ന ബംഗാളി ഭദ്രലോക് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ജ്യോതി ബസു മാർക്സിസ്റ്റുകാരനായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ഭദ്രലോകായിരുന്നു. ഇടയ്ക്ക് 2 ലാർജോ 3 ദിവസം കഴിക്കണതിന് കുഴപ്പമില്ല. അത്
അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷെ എന്നാലും ഒരു ജെന്റിൽമാൻ ഇമേജ് അദ്ദേഹം ഒരിക്കലും ആ പേര് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ അതേപോലെ സിദ്ധാർത്ഥ ശങ്കർ റായ് നല്ല മനുഷ്യനല്ലായിരുന്നു. കാര്യം എന്താണ്, മാർക്സിസ്റ്റുകാരെ അടിച്ചോടിക്കുകയാണെങ്കിലൊക്കെ നല്ല പങ്കുവഹിച്ച ആളാണ്. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് ബംഗ്ലാദേശ് പാർലമെൻറ്റ് കൂടുന്നു. ബംഗ്ലാദേശ് പാർലമെൻറ്റിൽ അക്സൻ ഹൊസീൻ എന്ന് പറയുന്ന അക്തർ ഹൊസീൻ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് അംഗം പ്രസംഗിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായി, പശ്ചിമ ബംഗാളിൽ മമത തോക്കും, BJP അധികാരത്തിൽ വരും. അതോടുകൂടി അവിടെയുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ ചവിട്ടി പുറത്താക്കും. അത് ബംഗ്ലാദേശിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ആനന്ദ ബസാർ പത്രി APBക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിനകത്ത് പറഞ്ഞു, ഈ ആസാമിൽ മുഴുവൻ അനധികൃത ബംഗ്ലാദേശികളാണ്, ഞങ്ങൾ അവന്മാരെ പുറത്താക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്തി സുപ്രീം കോടതി പറഞ്ഞു നുഴഞ്ഞു കയറ്റക്കാരെ മുഴുവൻ പുറത്താക്കണമെന്ന് പറഞ്ഞു. എങ്ങനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നുഴഞ്ഞുകയറ്റക്കാരനെ കണ്ടാൽ ഉടനെ നമ്മൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയക്കണം. വിദേശകാര്യ മന്ത്രാലയം ഉടനെ എന്ത് ചെയ്യും? ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കും. ബംഗ്ലാദേശ് സർക്കാർ പറയും, ഇവരാരും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ പുറത്താക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്നറിയാം, നല്ല ഇരുട്ടുള്ള രാത്രി യുവന്മാരെ കൊണ്ടുവന്നിട്ട് അതിർത്തി വേലിയില്ലാത്തതെന്ന് ചവിട്ടി ബംഗ്ലാദേശിലേക്ക് വിടും എന്ന് പറഞ്ഞു. അതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഉടനെ ബംഗ്ലാദേശിലെ നമ്മുടെ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിളിച്ച് പ്രതിഷേധം അറിയിച്ചു. അങ്ങനെ ഒരു സംഭവം ഇന്നുണ്ടായിട്ടുണ്ട്. ഹിമന്ത ശർമ്മയാണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകളെ ഞങ്ങൾ നല്ല ഇരുട്ടുള്ള രാത്രി മുതുകത്ത് ചവിട്ടി അതിർത്തിക്ക് അപ്പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് ഇനിയും ഞാൻ ചെയ്യും. ചുണക്കുട്ടിയാണ് ശരിക്കും പറഞ്ഞ, ആസാമിലെ ചുണക്കുട്ടിയാണ്. ഇത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്നത്, ഈ അനധികൃത കുടിയേറ്റക്കാർ കടന്നു വരും. ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ സുനിൽ, പണ്ട് ഒരു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉണ്ടായിരുന്നു. അയാളാണ് ഇതിന് ഏറ്റവും വലിയ വളം വെച്ച് കൊടുത്തത്. അയാൾ ബംഗ്ലാദേശിൽ നിന്നുള്ള, അതല്ലെങ്കിൽ അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മുഴുവനും ഇവിടെ കൊണ്ടുവന്ന് നിറച്ച് ഇതൊരു മുസ്ലിം സംസ്ഥാനമായിട്ട് മാറ്റാനായിട്ടാണ് അയാൾ ശ്രമിച്ചത്. ഈ മുസ്ലിം സംസ്ഥാനമായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാജ്യമാക്കാം. അതെ, പിന്നെ ബംഗാൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പ്രത്യേക രാജ്യം വരും. ഇപ്പം മിസോറാമിലെ മുഖ്യമന്ത്രി അമേരിക്ക പോയി പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വി ആർ എ സെപ്പറേറ്റ് കൺട്രി, വി ആർ എ ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞത്. ഇതുപോലെ അവർക്ക് പറയാമല്ലോ. ഇപ്പൊ എറണാകുളം ജില്ല വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ ഒരു മുന്നണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പോഷക സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഡെമോഗ്രഫിയും പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ എറണാകുളം ജില്ല മൂവാറ്റുപുഴ ഭാഗം ഒന്ന് വേറെ തിരിച്ചു കൊടുക്കണം. പിന്നെ ചോദിക്കേ വേണ്ട, പേഴക്കാപ്പള്ളി, മൂവാറ്റുപുഴ എല്ലാം കൂടി ഒരു മുസ്ലിം വേറെ ജില്ലയാക്കണം. അത് പ്രത്യേക രാജ്യം വരെ ആക്കും അവർ ചോദിക്കും. ഓൾറെഡി മറ്റേ മലബാറിന്റെ കാര്യം ഇതുണ്ടല്ലോ. ഇപ്പം UDF അധികാരത്തിൽ വന്നു എന്ന് വെച്ചോളൂ, ഇവർ ആദ്യം ചെയ്യാൻ പോണ മറ്റേ മലപ്പുറം ജില്ല 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ പാലക്കാട് ജില്ലയുടെയും ഇതിൻ്റെ ഈ കോഴിക്കോട് ജില്ലയുടെയും ഒക്കെ ഒരു ഭാഗം ചേർത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പ്രത്യേക വേറൊരു ജില്ല ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് അവരുടെ പദ്ധതി ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മമത ബംഗാൾ BJPക്ക് ഭരണം കിട്ടുമെന്ന് മാത്രമല്ല, TMC വീഴുമെന്ന് മാത്രമല്ല, ഭവാനിപ്പൂരിലും മമത തോക്കാനും സാധ്യതയുണ്ടെന്നാണ് ബംഗാളിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്. ഇതിപ്പോൾ പ്രേക്ഷകരോട് നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല, നമുക്ക് അവിടെ ചില സോഴ്സുകളുണ്ട്. മാധ്യമപ്രവർത്തകർ, അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഏതായാലും ബംഗാൾ ഇലക്ഷൻ കേരളത്തിലെ ഇലക്ഷൻ പോലെയോ ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കെന്തായാലും കേരളത്തിൽ ഇടത് അല്ലെങ്കിൽ വലത്, തൽക്കാലം ഈ രണ്ടുപേരുടെ ദുഃഖത്തിന് കീഴിൽ കഴിയാനാണ് യോഗം. പക്ഷെ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാൾ കൈവിട്ടു പോകും. ബംഗാൾ വേറെ ഒരു റിപ്പബ്ലിക്കായിട്ട്, ഇസ്ലാമിക് റിപ്പബ്ലിക്കായി, ഒരു ഖലീഫേറ്റായിട്ട് മാറുന്നത് തടയാൻ ബംഗാളിൽ മമത വീഴണം. അതുകൊണ്ട് തന്നെ കൃത്യമായി ബംഗാൾ വാർത്തകൾ, കേരള വാർത്തകൾ അറിയിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയിക്കും. നമ്മുടെ ചാനൽ ഉറപ്പായും കാണണം. നമ്മുടെ ഈ ചാനലിലും C4N C4N എന്ന് പറയുന്ന നമ്മുടെ ചാനലിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. നമ്മൾക്കൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ദയവായി അത് ചെയ്യണം.